വഴുതനങ്ങ മോര് കറി ഉണ്ടാക്കിയാലോ? സത്യം പറഞ്ഞത് എൻ്റെ റെസിപ്പി അല്ല കേട്ടോ. ഞാൻ യൂട്യൂബിലൊരു വീഡിയോ കണ്ടിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. വഴുതനങ്ങ മോര് കറി കാണുമ്പോഴും അവർ കഴിക്കുമ്പോഴും എനിക്കെന്തോ കൊതി തോന്നിയപ്പോൾ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ വഴുതനങ്ങ എടുത്തിട്ടുണ്ട്, ഇതുപോലെ കട്ട് ചെയ്തിട്ടുണ്ട് വട്ടത്തിൽ. മഞ്ഞൾപ്പൊടിയും മുളകും പൊടിയും ഉപ്പിട്ടിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് വറുത്തെടുത്താൽ മതി എന്നാണ് പറഞ്ഞത്. അധികം മൊരിയേണ്ടെന്നാണ് അവർ പറഞ്ഞത്. പക്ഷേ എൻ്റെത് കുറച്ചൊന്നും മൊരിഞ്ഞു പോയി. ജസ്റ്റ് ഒന്ന് കറുപ്പ് കരുതൊക്കെ വന്നു. എന്നാലും കുഴപ്പമില്ല, അധികമൊന്നും ഇതായിട്ടില്ല. എന്നിട്ട് നമ്മൾ തൈരില്ലേ, എൻ്റെ നല്ല കട്ട തൈരായതുകൊണ്ട് ഞാൻ മിക്സിയിലിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്തു. എന്നിട്ട് അതിൻ്റെ അകത്തേക്ക് ഈ ഒരു വഴുതനങ്ങ ഇട്ടു. അവരിട്ട സമയത്ത് നല്ല കളർ വന്നായിരുന്നു, നല്ല മഞ്ഞ കളർ ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഒരു കളറും ഉണ്ടായിരുന്നില്ല, മോരിൻ്റെ കളർ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അവസാനം ഞാൻ വറവിടാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണ, കടുക്, ചെറിയ ഉള്ളി, പിന്നെ വറ്റൽമുളക്, വേപ്പില, അതിൻ്റെ കൂടെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ മിക്സ് ചെയ്തതിൻ്റെ കുറച്ച് മസാല ബാക്കി ഇരിപ്പുണ്ടായിരുന്നു, അതും കൂടിയും അതിൻ്റെ അകത്തേക്ക് ഒഴിച്ചിട്ട് അത് ഈ മോര് കറിയിലേക്ക് ഒഴിച്ചപ്പം അത്യാവശ്യം ഇപ്പം കളറൊക്കെ വന്നിട്ടുണ്ട്, ഒരു മഞ്ഞയും റെഡും കളറൊക്കെ വന്നു. അപ്പോൾ എനിക്കൊരു സമാധാനമായി. ഇനി ഇത് കഴിച്ചു നോക്കട്ടെ. അപ്പോൾ ഇത് കഴിച്ച സമയത്ത് എൻ്റെ കൂടെ കഴിക്കാൻ എനിക്ക് അവിയലുണ്ടായിരുന്നു, ഉണക്കമീൻ ഉണ്ടായിരുന്നു, പിന്നെ അച്ചാറുണ്ടായിരുന്നു. ഞാൻ തന്നെ ഉണ്ടാക്കിയ അച്ചാറ് കേട്ടോ. പിന്നെ കടലക്കറി ഉണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടി കഴിച്ചപ്പം എനിക്കിഷ്ടമല്ല, ചേട്ടന് ഇഷ്ടമായില്ല. പിന്നെ വഴുതനങ്ങയൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഇഷ്ടപ്പെടും. എനിക്ക് എന്തോ വലിയ കുഴപ്പമെല്ലാം തോന്നി. ചിലപ്പോൾ ഞാൻ ഉണ്ടാക്കിയതിൻ്റെ പ്രശ്നമായിരിക്കും കേട്ടോ. അവരുണ്ടാക്കിയപ്പോൾ നല്ല ടേസ്റ്റ് കൊണ്ടും ആദ്യമായിട്ട് ഉണ്ടാക്കുന്നല്ലേ, എനിക്ക് വലിയത് തോന്നിയില്ല. വഴുതനങ്ങൻ്റെ മോര് കറി വലിയ സെറ്റായിട്ട് തോന്നില്ല, എന്നാലും കുഴപ്പമില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെടുന്ന ചാനൽ സബ്സ്ക്രൈബ്